അപ്പോൾ മച്ചാന്മാരെ ആദ്യമേ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ. ഇത് നമ്മളിന്ന് കാണിക്കുന്ന വീഡിയോ നമ്മളൊരു ന്യൂ ഇയർ ആഘോഷമാണ്. നമ്മൾ ജോലിക്ക് പോയിട്ട് വന്നതിന് ശേഷമാണ് ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ കറണ്ട് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ഇന്ന് ന്യൂ ഇയറിന് വേണ്ടി ഈ കാണുന്ന ലൈറ്റും എല്ലാം നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ ഐറ്റം എന്ന് വെച്ചാൽ ചിക്കൻ കറിയും അതുപോലെ നമ്മൾ ഗ്രിൽ ചിക്കനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് കഴിക്കാൻ വേണ്ടിയുള്ള ഫുഡ് നമ്മൾ പുറത്തുനിന്ന് മേടിക്കും. ഇപ്പോൾ എൻ്റെ ചേട്ടനും അതുപോലെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സുമാണ് ഇന്ന് നമ്മൾ ന്യൂ ഇയർ കൂടെ നമ്മളോട് കൂടെ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ എടുക്കുന്നത് നമ്മൾ അജു മച്ചാനാണ്. അപ്പോൾ ഈ കാണുന്ന ചിക്കനെല്ലാം നമ്മൾ ആദ്യമേ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന ഇതിലിടേണ്ട പൊടി ഐറ്റംസ് എല്ലാം നമ്മൾ പാക്കറ്റാണ് ഇന്ന് മേടിച്ചത്. കാരണം അതിനുള്ള സമയം കിട്ടിയുള്ളൂ. നമുക്ക് മില്ലിൽ നിന്ന് പൊടിച്ച പൗഡറൊന്നും വാങ്ങിക്കാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ട് എല്ലാം പാക്കറ്റ് ഉള്ള ഐറ്റംസാണ് വാങ്ങിച്ചത്. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ വീട്ടിൽ നിന്ന് തന്നെ റെഡിയാക്കി കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ നമ്മളെ കറിയിൽ ഇടേണ്ട മുളകെല്ലാം നമ്മൾ കിച്ചുവാണ് അരിഞ്ഞ് തരുന്നത്. അതുപോലെ നമ്മൾ ആഹാരം നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്. അത് ഈ ന്യൂ ഇയർ സമയം കൂടെ ആകുമ്പം പിന്നെ പറയണ്ടല്ലോ. ചിക്കൻ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് ചിക്കൻ കറി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ളവർ അവിടെ നിന്ന് കാർഡൊക്കെ കളിക്കുകയാണ്. നമ്മളിവിടെ കാർഡ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കുറച്ച് പേര് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മൾ ഇന്ന് മേടിച്ച വിറവാണെങ്കിൽ നല്ല റബ്ബറിൻ്റെ വിറകാണ്. നല്ല ഉണക്ക വിറവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നല്ല കത്തിപ്പിടിച്ചു. പിന്നെ നമ്മൾ ചിക്കൻ കറിയൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റി. നമ്മൾ ഈ കാണും പോലെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. അത് വന്നതിന് ശേഷം നമ്മൾ പൊടി മസാലയെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയായിരുന്നാലും മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ നമ്മുടെ ചിക്കൻ മസാല, ഇതെല്ലാം മസാല നമ്മൾ കവറിലുള്ള പാക്കറ്റാണ് മേടിച്ചത് ഇന്ന്. പിന്നെ ഉപ്പ് അതുപോലത്തെ ഐറ്റങ്ങളെല്ലാം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ. സാധാരണ ഞാൻ ചിക്കൻ കറിയൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി ഞാൻ ചൂടാക്കിയാണ് എടുക്കാറ്. അപ്പോൾ ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് പിന്നെ കളർ കിട്ടാൻ വേണ്ടി കുറച്ച് കാശ്മീരി ചില്ലിയും കൂടെ ഇന്ന് കുറച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിന് മസാല ഉപ്പെല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ അച്ചുവിനോട് ചോദിച്ചായിരുന്നു. അച്ചു ഞാനും കൂടെയൊക്കെ ടെസ്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ അജുവിനൊക്കെ കൊടുത്തായിരുന്നു. അപ്പോൾ നമ്മൾ ചിക്കൻ കറി തന്നെ ഏകദേശം എല്ലാം സെറ്റായി. അങ്ങനെ നമ്മൾ ചിക്കൻ കറിയൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ അടുത്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഗ്രിൽ ചിക്കന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ കറി വെച്ച അടുപ്പിൽ തന്നെ ആ കനലിൽ തന്നെയായിരുന്നു നമ്മൾ വാങ്ങിച്ച കരിക്കട്ടെല്ലാം ഇട്ട് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ബ്ലോവർ മെഷീൻ ഉണ്ടായിരുന്നു. നമ്മൾ ഇലക്ട്രിക് പണിക്ക് വേണ്ടി ബോക്സൊക്കെ ക്ലീൻ ചെയ്യാൻ വാങ്ങിച്ച ബ്ലോവറാണ്. അതിൻ്റെ ഉപയോഗം ശരിക്കും നമുക്കിന്നുണ്ടായി. ഇത് കനലൊക്കെ ഒന്ന് കത്തിപ്പിടിക്കാൻ വേണ്ടി ബ്ലോവർ ഇട്ട് തന്നെ ഒന്ന് സെറ്റാക്കിയായിരുന്നു. പിന്നെ ഈ കാണുമ്പോൾ മെഷ് നമ്മളിന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ല കേജ് കൂടിയ മെഷാണ്. പിന്നെ കനലൊക്കെ നല്ല നെറ്റ് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഈ കാണുമ്പോൾ വെളിച്ചെണ്ണയാണ് പുരട്ടി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നേരത്തെ തന്നെ ഒരു പണിക്ക് പോയിട്ട് വന്നതിന് ശേഷം തന്നെ നമ്മൾ ചിക്കൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഇപ്പോൾ തന്നെ ഒരു 4 മണിക്കൂറോളം ആയിട്ടുണ്ട് ഇത് നമ്മൾ ചെയ്ത് വെച്ചിട്ട്. പിന്നെ നമ്മൾ ഇതുപോലെ കാണും പോലെ ഓരോ പീസൊക്കെ എടുത്ത് നെറ്റിൽ വെച്ച് നല്ല സെറ്റ് ചെയ്തു. അപ്പോൾ അച്ചുവാണെങ്കിൽ കൈ കൊണ്ടൊക്കെ എടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവൻ്റെ ചൂടൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആൾ ഞാൻ കൈ കൊണ്ടൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. പിന്നെ ന്യൂ ഇയറൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുടിക്കാൻ വേണ്ടി പെപ്സി എല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയി അടിക്കും. എന്നിട്ടാണ് ഈ പരിപാടി അതിൻ്റെ ഇടയിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ കാണുമ്പോൾ നെറ്റിൽ നമ്മൾ ചിക്കനെല്ലാം ഗ്രില്ല് ചെയ്യാൻ വേണ്ടി എല്ലാം അടുക്കി തീർന്നിട്ടുണ്ട്. ഈ ഇത്രയും പീസും ഉണ്ടായിരുന്നു നമുക്ക് അടുക്കി വന്നപ്പോൾ. അതങ്ങനെ നമ്മൾ ഈ കാണുമ്പോൾ കനലിൽ കിടന്ന് നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ തിരിച്ചിടാൻ വേണ്ടി ചേട്ടനാണ് വന്നിട്ടുള്ളത്. അതിന് ഇതുപോലെ തിരിച്ചിട്ട പീസിൽ നമ്മൾ വീണ്ടും ഇതുപോലെ എണ്ണ പുരട്ടി കൊടുത്തു. അങ്ങനെ നമ്മൾ ഗ്രില്ലെല്ലാം ഏകദേശം നല്ല അടിപൊളി ആയിട്ടുണ്ട്. നല്ല വെന്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇടയ്ക്കൊന്ന് അജുവിന് കൊടുത്തായിരുന്നു. അല്ലെ എല്ല് പോലും കളഞ്ഞില്ല, എല്ലാം കഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബാക്കിയുള്ള എല്ലാ പീസുകളും വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ എല്ലാം പീസിൽ എണ്ണയൊക്കെ പിറളത്തെ പീസിൽ ഞാൻ എണ്ണയൊക്കെ സെറ്റാക്കി കൊടുത്തു. അപ്പോൾ എണ്ണയാണെങ്കിൽ ഈ കനലിൽ പോകുമ്പോൾ അത് വീണ്ടും തീയായിട്ട് കത്തും. അങ്ങനെയാണ് ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നന്ദുവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നന്ദുവിൻ്റെ ഗ്ലാസ്സാണ് ഞാൻ മേടിച്ച് വെച്ചത്. ഒക്കെ രാത്രി കണ്ണിൽ പുകയും ആവില്ല,
പിന്നെ ചിക്കനൊക്കെ എന്താണെന്നറിയാൻ വേണ്ടി ഇതേപോലെ ഒരു പോർക്കിട്ട് കുത്തിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഞാൻ പോയി ഒന്ന് കാർഡൊക്കെ കളിച്ച് നല്ല ഒന്ന് വൈബായിട്ട് വന്നു. അങ്ങനെ നമ്മൾ കാർഡെല്ലാം കളിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെയും പോയി ചിക്കനൊക്കെ നോക്കി. അപ്പോൾ ഈ കാണുമ്പോൾ നല്ല വെന്ത പീസൊക്കെ എടുത്ത് മാറ്റുന്നുണ്ടായിരുന്നു. ആ സമയത്താണെങ്കിൽ നമ്മളെ അച്ചുവാണ്, ഇത് നമ്മളെ കിച്ചുവിൻ്റെ ബ്രദറാണ് അച്ചു. അപ്പോൾ അച്ചു ആണെങ്കിൽ അടിച്ച പെപ്സിയുടെ പവറ എന്താണെന്ന് അറിയത്തില്ല, വിശക്കുന്നെന്ന് പറഞ്ഞ് ഇതേപോലെ ഡാൻസ് കളിയൊക്കെയായിരുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മളെ കണ്ടു നിന്ന വേറെ കുറച്ച് പേരും ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു, നമ്മൾ കൂട്ടുകാരന്മാരൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ക്യാമറാമാനാണെങ്കിൽ അതിവിദഗ്ധമായിട്ട് ഇതൊക്കെ മരങ്ങൾക്കിടയിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ രാത്രിയാണെങ്കിൽ ചേട്ടൻ പെപ്സിയിൽ അടിച്ച പവറെന്ന് തോന്നുന്നു, അവനൊന്ന് കത്തിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ കൂട്ടിയിട്ടിരുന്ന പുല്ലിനെല്ലാം വാരിയിട്ട് കത്തിക്കുകയാണ്. ന്യൂ ഇയർ അല്ലേ, നമുക്കൊന്ന് കത്തിക്കാമെന്ന് പറഞ്ഞു. പിന്നെ അവൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് വിചാരിച്ച് പിന്നെ ബാക്കി ഉണ്ടായിരുന്ന ഗ്രില്ലും എടുത്ത് വെച്ച് നമ്മൾ ഈ കാണും പോലെ നാരങ്ങയൊക്കെ കട്ട് ചെയ്ത് അതിൽ ഒഴിക്കുന്നുണ്ടായിരുന്നു. ഒരു 4 നാരങ്ങ നീര് നമ്മൾ അതിൽ ഒഴിച്ചായിരുന്നു. അപ്പോൾ ഏകദേശം തന്നെ 11 മണി 11 കാലമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് എല്ലാം കഴിക്കേണ്ട സെറ്റപ്പിലായിരുന്നു. അപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടി മേടിച്ചത് നമ്മൾ ദോശയും പൊറോട്ടയാണ്. അതെല്ലാം നമ്മൾ ഈ കാണുമ്പോൾ നമ്മൾ വളഞ്ഞിരുന്ന് കൂടി. പിന്നെ നമ്മൾ അജുവാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് അജു ഇതിലില്ല. അജു പല ആംഗിളിൽ നിന്നൊക്കെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ ദോശയും പൊറോട്ടയൊക്കെ അടുക്കി ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ചിക്കൻ കറിയാണ്, നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ചിക്കൻ കറി ഇതേപോലെ വിളമ്പുന്നുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ നടുക്ക് ഇതേപോലെ സർവ് ചെയ്ത്. പിന്നെ നമ്മൾ ഗ്രിൽ ചിക്കൻ ആണെങ്കിൽ ഇതേപോലെ വെച്ച്. ഗ്രിൽ ചിക്കൻ വെച്ചപ്പോൾ നമ്മൾ ഒരു 2 കോഴിയാണ് ഗ്രിൽ ചിക്കന് വേണ്ടി എടുത്തത്. അപ്പോൾ അപ്പോൾ 4 കാലുണ്ട്. ഇവന്മാർക്ക് എല്ലാവരും കണ്ണ് കാലിലായിരുന്നു, ലെഗ് പീസ് എടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു എല്ലാം. അതിൽ ഒരുത്തടുത്ത് ലെഗ് പീസ് കടിച്ച് കാണിക്കുകയാണ്. അവൻ ആദ്യം ഒരു വലിയ ലെഗ് പീസ് കിട്ടി, അതങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ അവൻ കടിച്ച് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ ഇരുന്ന് ക്യാമറ നോക്കി ഹാപ്പി ന്യൂ ഇയറൊക്കെ ഒന്ന് പറഞ്ഞ് ഫുഡൊക്കെ കഴിക്കാൻ പോവുകയാണ്. അപ്പോഴാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഒരുത്തിൻ്റെ റിവ്യൂ, പെപ്സിയിൽ അടിച്ച പവറെന്ന് തോന്നുന്നു, അളിയ സെറ്റായിട്ട് റിവ്യൂ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു കറക്റ്റ് 12 മണി ആവാൻ വേണ്ടി. അപ്പോൾ നമ്മൾ 12 മണി തന്നെ നേരത്തെ നമ്മൾ മേടിച്ച് വെച്ചിരുന്ന കമ്പത്തിന് നമ്മൾ തിരികൊളുത്തി. അങ്ങനെ ഫസ്റ്റ് കമ്പം പൊട്ടിച്ച് നമ്മൾ ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും കൂടെ ഉറക്കെ വിളിച്ച് നമ്മൾ ഹാപ്പി ന്യൂ ഇയറൊക്കെ ആഘോഷിച്ച്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നന്ദു അളിയനാണ് രണ്ടാമത്തെ മത്താപ്പ് വെച്ചത്. മത്താപ്പെല്ലാം വെച്ച് നമ്മൾ അവിടെ നിന്നെല്ലാം ഫുഡെല്ലാം ബാക്കി ഒതുക്കി വെച്ചതിന് ശേഷം നമ്മൾ നേരെ ജംഗ്ഷനിൽ പോയിട്ട് ബാക്കി ഉണ്ടായിരുന്ന കമ്പവും മത്താപ്പും എല്ലാം അവിടെയൊക്കെ വെച്ച് കത്തിച്ച് നമ്മൾ ന്യൂ ഇയർ എല്ലാം ആഘോഷിച്ചായിരുന്നു. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും ഹാപ്പി ന്യൂ ഇയർ. ഇനി വരുന്ന വർഷം എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.